അരവിന്ദ് കെജ്രിവാളിൻ്റെ പിൻഗാമിയായി ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷി മർലേന വരുന്നു. അതായത് ഷീല ദീക്ഷിത് അതുപോലെ സുഷമ സ്വരാജ് എന്നിവർക്ക് ശേഷം വരുന്ന മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രി. എങ്ങനെ കാണാം? അല്ല, അതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇതിനകത്ത് ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കാനുള്ള കെജ്രിവാളിൻ്റെ ഒരു നാടകം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ. കാരണം ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഈ കെജ്രിവാളിന് ജാമ്യം കൊടുത്തതിൻ്റെ വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ആ ജാമ്യ ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മറച്ചു വെച്ചിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്തത്. അതിൽ വളരെ കൃത്യമായി ബെയിൽ കണ്ടീഷൻ ജാമ്യ വ്യവസ്ഥകൾ പറയുന്നുണ്ട്. മുൻപ് ED കേസിൽ ജാമ്യം അനുവദിച്ചപ്പോൾ വെച്ചിരുന്ന വ്യവസ്ഥ, ഒന്ന്, സെക്രട്ടേറിയറ്റിൽ പോകരുത്, ഒരു ഫയലും നോക്കരുത്, ഒരു ഫയലിലും മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഒപ്പിടരുത്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും പോകാൻ പാടില്ല, ഔദ്യോഗിക വസതിയിൽ പോവാം. അപ്പോൾ അവിടെ വെച്ചാണല്ലോ സ്വാതി മർലേനെ തള്ളിയത്, ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സെക്രട്ടേറിയറ്റിൽ പോകരുതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സെക്രട്ടേറിയറ്റിൽ പോവാതെ എങ്ങനെ ഒരു മുഖ്യമന്ത്രിയായി തുടരാൻ പറ്റും? അപ്പോൾ ഇന്നലെ വളരെ വിചിത്രമായൊരു വാദം ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിലെ നേതാവ് ഒരു ചാനലിൽ പറയുന്നത് കേട്ടു. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ആം ആദ്മി പാർട്ടിക്കാരൊക്കെ ഒരു രാഷ്ട്രീയ ബോധവും ഇല്ലാത്ത ആളുകളാണല്ലോ. അവരൊക്കെ കുറേ എന്തോ സോഷ്യൽ ആക്ടിവിറ്റീസ് നടത്തി NGO പ്രവർത്തനം നടത്തിയ കുറേ ആളുകൾ ചേർന്നുണ്ടാക്കിയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുകയാണ്, അതിന് മുഖ്യമന്ത്രിക്ക് അവിടെ വകുപ്പൊന്നുമില്ല, ഒരു വകുപ്പും ഇല്ലാത്ത മന്ത്രിയാണ്, അതുകൊണ്ട് അദ്ദേഹം ഒപ്പിടേണ്ട കാര്യമില്ല. അപ്പം മന്ത്രിമാർക്ക് ഓരോരുത്തർക്കും ഭരിക്കാമെന്ന് അദ്ദേഹം കരുതിയിരിക്കുന്നത്. കാരണം ഒരു മന്ത്രിസഭ എന്ന നിലയിൽ മന്ത്രിസഭയുടെ തീരുമാനങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ഒപ്പിട്ട് കഴിഞ്ഞിട്ടാണ് മന്ത്രിസഭാ തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയുള്ളൂ. മന്ത്രിസഭ കൂടണ്ടേ? അപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് കെജ്രിവാൾ സെക്രട്ടേറിയറ്റിൽ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒപ്പിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ മാത്രമുള്ള അല്പബുദ്ധികൾ ആണ് കേരളത്തിലും ആം ആദ്മി പാർട്ടി നയിക്കുന്നത്. അവരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അവരുടെ മുന്നിൽ പറയാം, നോക്കൂ, ജനവിധി നേടിയിട്ടേ ഇനി വരുന്നുള്ളൂ, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ വിഴുങ്ങി. അദ്ദേഹം പറഞ്ഞത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നവംബറിൽ നടക്കും. നവംബറിൽ എന്ത് വേണം? ദില്ലി തെരഞ്ഞെടുപ്പ് നടക്കണം. ദില്ലി തെരഞ്ഞെടുപ്പ് നവംബറിൽ നടക്കണമെങ്കിൽ ഇപ്പോൾ ഈ മന്ത്രിസഭ പിരിച്ചുവിടണം. എന്നാൽ മന്ത്രിസഭ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്യത്തില്ല, നിയമസഭ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്യത്തില്ല എന്ന് പറയുന്നു. നിയമസഭ പിരിച്ചുവിടാതെ എങ്ങനെയാണ് നവംബറിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുക? കെജ്രിവാൾ അങ്ങ് രാജി പ്രഖ്യാപിക്കുക, എന്നിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശുപാർശ ചെയ്താൽ നവംബറിൽ നടക്കുമായിരുന്നു. ഫെബ്രുവരി വരെ ആം ആദ്മി പാർട്ടി സർക്കാർ 2025 ഫെബ്രുവരി വരെ ആം ആദ്മി സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള മാൻഡേറ്റ് ഉണ്ട്. ഫെബ്രുവരിയിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ. അത് നേരത്തെ ആക്കണമെങ്കിൽ കെജ്രിവാൾ രാജി പ്രഖ്യാപിക്കേണ്ടത് കെജ്രിവാളിൻ്റെ അല്ല, തൻ്റെ സർക്കാരിൻ്റെ രാജി പ്രഖ്യാപിച്ച് നിയമസഭ ഡിസോൾവ് ചെയ്യാൻ ഗവർണർക്ക് ശുപാർശ ചെയ്യണമായിരുന്നു. സർക്കാർ പിരിച്ചുവിട്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതേ പറ്റുള്ളൂ. അത് ചെയ്യുന്നില്ല. സർക്കാരല്ല, നിയമസഭ പിരിച്ചുവിടാനായിട്ട് സർക്കാർ ശുപാർശ ചെയ്യണം. എൻ്റെ ക്യാബിനറ്റ് രാജിവെക്കണം. എൻ്റെ മുഖ്യമന്ത്രി രാജിവെക്കുമ്പോൾ എൻ്റെ മന്ത്രിസഭ പൂർണ്ണമായും രാജിവെക്കുന്നതിന് തുല്യമാണ്. മുഖ്യമന്ത്രി രാജിവെച്ചാൽ പിന്നെ സർക്കാരില്ല. പുതിയ മുഖ്യമന്ത്രി വന്നിട്ട് പുതുതായി മന്ത്രിമാർക്ക് വകുപ്പുകൾ കൊടുത്ത് സർക്കാർ രൂപീകരിക്കണം. അപ്പം കെജ്രിവാൾ കളിക്കുന്ന ഒന്നാന്തരം നാടകമാണ്. ഈ നാടകം ഒരു പക്ഷേ ദില്ലിയിലെ പാവങ്ങളായ കുറേ ആളുകളെ പറ്റിക്കാൻ, അല്ലെങ്കിൽ രാജ്യത്തെമ്പാടും ഒരു ഫേക്ക് ക്യാമ്പയിൻ നടത്താൻ. കാരണം ഒരു ഫേക്കാണല്ലോ, കെജ്രിവാളെ ഒരു ഫേക്കാണ്. അപ്പോൾ ഫേക്ക് ക്യാമ്പയിനുകളിലൂടെയാണ് ഇദ്ദേഹം ജീവിച്ച് അന്നം ഉണ്ട് കഴിയുന്നത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ അറിയാം, മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ സുപ്രീം കോടതിയുടെ ജാമ്യ വ്യവസ്ഥ പ്രകാരം പറ്റില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയമായ സത്യസന്ധത ഉള്ളതാണെങ്കിൽ അദ്ദേഹം പറയേണ്ടിയിരുന്നത്, നിയമയുദ്ധം ജയിച്ചു എന്നൊക്കെ പറയുന്ന കെജ്രിവാൾ പറയേണ്ടിയിരുന്നത്, ഈ നിയമയുദ്ധത്തിൽ ഞാൻ തോറ്റു, എനിക്ക് സെക്രട്ടേറിയറ്റിൽ പോകാനും ഫയലുകൾ നോക്കാനും ഫയലുകളിൽ ഒപ്പിടാനും വിലക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് തുടരാൻ പറ്റില്ല, മറ്റൊരാളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കെജ്രിവാൾ ഒരു സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന് പറയാമായിരുന്നു. അത് മറച്ചു വെച്ചിട്ട് കെജ്രിവാൾ പറയുന്നത്, ഞാൻ ജനവിധി തേടാൻ പോവുകയാണ്, ജനങ്ങളുടെ കോടതിയിലേക്ക് പോവുകയാണ്, ഞാൻ രക്തസാക്ഷിയാണ് എന്നൊക്കെ പറയും. BJP എന്നെ നിരന്തരം വേട്ടയാടുന്നുള്ളൊരു ഫേക്ക് നറേറ്റീവ് ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, വളരെ രസകരമായി ഞാനിപ്പോൾ ഈ അതിഷി മർലേനയുടെ ഒരു ബയോഡേറ്റ നോക്കുകയായിരുന്നു. അവരുടെ മാതാപിതാക്കൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരായിരുന്നു. ഇവർ പഠിച്ചതും ഓക്സ്ഫോർഡിലാണ്. അപ്പോൾ ഈ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെയുള്ള ചില ഏജൻസികൾ, അവിടെയൊക്കെ UK യിലും അമേരിക്കയിലുള്ള ചില ഏജൻസികളാണ് ആം ആദ്മി പാർട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയും ഫണ്ട് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. സോറോസിൻ്റെയൊക്കെ ബന്ധങ്ങൾ. അതുപോലെയുള്ള ഒരു ക്യാമ്പസിൽ പഠിച്ചിട്ട് വന്ന ആളാണ് അതിഷി മർലേന. എന്നിട്ട് അവർ ഭോപ്പാലിൽ പോയിട്ട്, മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്കിടയിലൊക്കെ പ്രവർത്തിച്ചു. അങ്ങനെ NGO ആക്ടിവിറ്റീസ്, NGOമാരാണ്,
NGO ഇപ്പോൾ NGO എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അത്ര ചെറിയ കളിയൊന്നുമല്ല. ഇപ്പം മതസംഘടനകൾക്കുമൊക്കെ ഈ ഫണ്ടൊന്നും വരാത്തതുകൊണ്ട് പലപ്പോഴും ഫോറിൻ ഫണ്ടൊക്കെ വരുന്ന NGOകൾക്കാണ്. NGOകൾക്ക് ഒരുപാട് വിദേശ ഫണ്ടും സഹായങ്ങളും പലതരം പഠനങ്ങൾക്ക് വേണ്ടിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിശി ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. സോഴ്സിൽ നിന്നൊക്കെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അറിയാം. അപ്പോൾ അതിശി മർലേനയ്ക്കും NGO ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അങ്ങനെയാണ് ഇവർ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനങ്ങളെല്ലാം സാഹൂതം നോക്കി കണ്ട് 2012-13 13 മറ്റോ ആണ് ആം ആദ്മി പാർട്ടി വരുന്നത്. അപ്പോഴും അവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു. അവർ പലപ്പോഴും അവരുടെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഴിമതിക്കെതിരായ ഒരു പാർട്ടി എന്ന തരത്തിലാണ് കെജ്രിവാളിൻ്റെ പാർട്ടി ഉണ്ടാകുന്നത്, ആം ആദ്മി പാർട്ടി ഉണ്ടാകുന്നത്. ആ സിംഗിൾ പോയിൻ്റ് അജണ്ടയിൽ നിൽക്കരുത്, മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളിലൂടെ ഏറ്റെടുക്കണം എന്നുള്ള അഭിപ്രായമുള്ള ആളായിരുന്നു അതിഷി മർലേന. അപ്പോൾ അത് കെജ്രിവാളിന് പറ്റിയ ആളാണ്. കാരണം അഴിമതിക്കെതിരെ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ഏറ്റവും വലിയ അഴിമതി നടത്തിയ ആളാണ് കെജ്രിവാൾ. അപ്പോൾ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ആം ആദ്മി പാർട്ടിയുടെ മുഖമുദ്രയാക്കരുത് എന്ന അഭിപ്രായമുള്ള ആളാണ് അതിഷി മെർല. അപ്പോൾ പിന്നെ കാര്യങ്ങൾ സുഗമമായിട്ട് നടക്കും. പിന്നെ അതിഷി മെർലേനയുടെ പേരെന്ന് പറഞ്ഞാൽ മെർലേന എന്നുള്ള പേരുണ്ടാക്കിയിരിക്കുന്നത് ഇവരുടെ മാതാപിതാക്കൾ മാർക്സിൻ്റെയും ലെനിൻ്റെയും പേര് ചേർത്തുണ്ടാക്കിയ പേരാണെന്നാണ് പറയുന്നത്. ഏതായാലും സഖാവായി വളരണമെന്ന് അച്ഛനമ്മമാർ ആഗ്രഹിച്ചതാണ് അതിഷി മെർലേന. അപ്പോൾ ദേശാഭിമാനിക്ക് നാളെ വേണമെങ്കിൽ ഒരു 1-ാം പേജിൽ ഒരു 8 കോളം പടം അടിക്കാം. മാർക്സിൻ്റെയും ബെല്ലിൽ ഒരു 1/2 പേജ് വെച്ചിട്ട് ഒരു വലിയ പടമൊക്കെ കൊടുത്തിട്ട് പറ്റുമെങ്കിൽ 8 കോളം തന്നെ അടിക്കണം. അപ്പോൾ അതിനുള്ള വകുപ്പുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് രാഷ്ട്രീയ സത്യസന്ധത, ട്രാൻസ്പെറൻസി ഇതൊന്നും ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കെജ്രിവാൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകം. കാരണം അദ്ദേഹത്തിന് വളരെ കൃത്യമായി നമ്മുടെയൊക്കെ മുന്നിൽ പബ്ലിക് ഡൊമൈനിൽ നമ്മൾ ഇതിലൂടെ ആ കോടതി വിധിയുടെ പ്രസക്ത ഭാഗം ചേർക്കുന്നുണ്ട്. പ്രേക്ഷകരൊന്ന് വായിച്ച് നോക്കണം. കോടതി വളരെ ക്ലിയറായി പറയുന്നു, നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ പോകാനും ഫയൽ ഒപ്പിടാനും അധികാരമില്ല. അപ്പോൾ പിന്നെ എങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പറ്റും എന്നതാണ് പ്രസക്തമായ ചോദ്യം. അതുകൊണ്ട് അദ്ദേഹം ഒഴിയുന്നു. അതിന് രക്തസാക്ഷിയാവുന്നു എന്ന് പറയുകയും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇന്ത്യ മുന്നണിക്കാരും അത് ഏറ്റെടുത്ത് പറയുകയും ദേശാഭിമാനി കേരളത്തിൽ വെണ്ടയ്ക്ക നിരത്തുകയൊക്കെ ചെയ്യുന്നതിൽ പരമപുച്ഛം എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അതിഷി മർലേന എന്തുകൊണ്ട് വന്നു എന്ന് വളരെ പ്രസക്തമായ ചോദ്യമാണ്. മനീഷ് സിസോദിയ ആയിരുന്നു സ്വാഭാവികമായി മുഖ്യമന്ത്രി ആവട്ടെ ആണ്ടാള്. പക്ഷേ ഇതേപോലെ തന്നെ അദ്ദേഹവും ഈ കെണിയിലാണ്. ഈ കേസിൻ്റെ ഒരു സൂത്രധാരനായിട്ട് കൂടെ നിന്ന് പണം കൈപ്പറ്റാനും ഒക്കെ കൂടെ നിന്ന ആളാണ് സിസോദിയ. അതുകൊണ്ട് അദ്ദേഹത്തിനും പറ്റിയില്ല. പിന്നെ ആരെന്നുള്ള ചോദ്യം സ്വാഭാവികമായും വരുന്നു. അതിഷി മർലേനേക്കാളും സാധ്യത സ്വാതി മലിവാളിനായിരുന്നു. പക്ഷേ സ്വാതി മലിവാൾ അതിഷിയൊക്കെ വരുന്നതിന് എത്രയോ കാലം മുമ്പ് കെജ്രിവാളിൻ്റെ സന്തത സഹചാരിയായിരുന്നു. ഇവിടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വടുതക്കാട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിട്ടുണ്ട്. അവിടെ വെച്ചുണ്ടായ ചില സംഭവങ്ങൾ മറ്റൊരു പേരുമൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലാണ്. ഇവർ തമ്മിലുള്ള സ്വാതി മലിവാളും കെജ്രിവാളും തമ്മിൽ എന്തായിരുന്നു ബന്ധം, അവരുടെ മുറിയിൽ നടന്ന ചില സംഭവങ്ങളെക്കുറിച്ചൊക്കെ ചില ആളുകൾ പരസ്യമായി എഴുതിയത് ഇപ്പോഴും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ഇപ്പോഴും കിടപ്പുണ്ട്. നമ്മളൊരു 3-4 മാസം മുമ്പ് ഈ സ്വാതി മലിവാളിൻ്റെ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമ്മളത് സംസാരിച്ചു. അന്ന് പേരിതല്ല, പേര് വേറെ പേര് ആണ്. അന്ന് അവിടെ മുറിയെടുത്ത വേറെ ആയതുകൊണ്ട് നമ്മൾ ആ പേരാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ആ ഈ പേര് തന്നെ ആയിരുന്നു എന്ന് അന്നേ പറഞ്ഞു കേട്ടിരുന്നു. ഏതായാലും അതൊക്കെ വളരെ വ്യക്തിപരമായ കാര്യം, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ സ്വാതി മലിവാൾ ആയിരുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ കെജ്രിവാൾ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആവേണ്ടിയിരുന്നത്. കാരണം അത്രയ്ക്ക് കെജ്രിവാളിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു എല്ലാ തരത്തിലും. അപ്പോൾ അത് ഒഴിവാക്കപ്പെട്ടത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനീഷ് സിസോദിയ ജയിലിൽ പോയി. മനു അഭിഷേക് സിംഗ്വിയെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാജിവെക്കാൻ സ്വാതി മലിവാളിനോട് പറഞ്ഞു. അതിന് സ്വാതി തയ്യാറായില്ല. കാരണം സ്വാതിക്ക് അറിയാമായിരുന്നു രാജിവെച്ച് കഴിഞ്ഞാൽ രാജ്യസഭാ എം പി സ്ഥാനവും പോവും, പിന്നീട് ക്യാബിനറ്റിലൊരു ബർത്ത് കിട്ടത്തില്ല. ക്യാബിനറ്റിൽ സ്വാതി മലിവാൾ രാജ്യസഭാ എം പി ആയപ്പോൾ സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സ്വാതി മലിവാളിൻ്റെ സീറ്റിലേക്ക് പതുക്കെ അതിഷി മെർലേന കടന്നു വന്നു. സ്വാതി മലിവാളിൻ്റെ സ്ഥാനം അതിഷി മെർലേന കൈയടക്കി. കാരണം അവരായി കെജ്രിവാളിൻ്റെ വിശ്വസ്ത ഒരു മന്ത്രി സഹചാരി. അതുകൊണ്ട് ഈ ധനവും റവന്യൂ വിദ്യാഭ്യാസം ഒക്കെ പ്രധാനപ്പെട്ട വകുപ്പെല്ലാം അവരെ ഏൽപ്പിച്ചു. അപ്പോൾ താൻ എം പി സ്ഥാനം കൊണ്ട് രാജിവെച്ചാൽ തനിക്ക് താൻ വെറും കറിവേപ്പിലയാവും. ഇപ്പം അതിഷി തൻ്റെ സ്ഥാനം കൈക്കലാക്കി എന്ന് കൃത്യമായ ബോധ്യം ആർക്കുണ്ടായിരുന്നു? സ്വാതി മലിവാളിനുണ്ട്. അതുകൊണ്ട് സ്വാതി മലിവാൾ പോയി. പിന്നെയുള്ളത് സുനിതയായിരുന്നു. സുനിത ആകും എന്നുള്ള ധാരണ പൊതുവിലുണ്ടായിരുന്നു. സുനിതയായിരുന്നു ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ സെൻറ്റർ പോലെ അവിടെ പ്രവർത്തിക്കുകയും പരക്കെ ഓടി നടക്കുകയൊക്കെ ചെയ്തിരുന്നു. പത്രസമ്മേളനം വിളിക്കാനും മറ്റ് പത്രക്കാരെ കാണാനും മറ്റ് ക്യാമ്പയിനുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സുനിതയാണ്. പക്ഷേ സുനിതയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിരുന്നു കെജ്രിവാളിനും താല്പര്യം. റാബറി ദേവി ബീഹാറിൽ ഭരിച്ചതുപോലെ മുലായം സിംഗ്
അല്ല ലാലു പ്രസാദ് പിന്നിലിരുന്ന് പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്താനായിരുന്നു കേജ്രിവാളിന്റെ താല്പര്യം അല്ലേ? താല്പര്യം. പക്ഷേ അത് ആം ആദ്മി പാർട്ടിയിലെ നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു സ്പ്ലിറ്റിലേക്ക് പോകും എന്ന് വന്നതുകൊണ്ടാണ് അതിഷി മർലേനെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അതിഷി മർലേന ഈ പറഞ്ഞതുപോലെ സ്വാതി മലിവാളിൻ്റെ ഗ്യാപ്പിൽ കെജ്രിവാളിൻ്റെ ഏറ്റവും പെറ്റായ ആളായതുകൊണ്ട് കെജ്രിവാളിന് ആ ബിഹൈൻഡ് ദ സീറ്റിലിരുന്ന് കാര്യങ്ങൾ പിൻസീറ്റ് ഡ്രൈവിംഗ് വളരെ കൃത്യമായി നടത്താൻ കഴിയുമെന്ന് ഉറപ്പുള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കിയിരിക്കുകയാണ്. ഇത് വലിയ നാളത്തെ പത്രങ്ങളിലൊക്കെ ചെയ്യാൻ പോകുന്നത് ജനങ്ങളുടെ കോടതിയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി കെജ്രിവാൾ രാജിവെച്ചു എന്നൊക്കെയാണ്. ഇയാൾ ലോക കള്ളനാണ്, പൂണ്ട കള്ളനാണ്. തൻ്റെ കയ്യിലിരിക്കുന്ന പബ്ലിക് ഡൊമൈനിലുള്ള സുപ്രീം കോടതി ഉത്തരവിലെ വ്യവസ്ഥകൾ പ്രകാരം തനിക്ക് ഒരു നിമിഷം പോലും മുഖ്യമന്ത്രിയായി ഇരിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യം വന്നതുകൊണ്ട് കളിച്ച രാജി നാടകമാണ് ഇതെന്ന് നാളെ നാട്ടിൽ ഒരു പത്രവും ഒരു ചാനലും പറയാൻ പോകുന്നില്ല. പക്ഷേ അതാണ് സത്യം. അതായത് നമ്മളിന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു ഗജ ഫ്രോഡിൻ്റെ അടുത്ത നാടകത്തിൻ്റെ പുതിയൊരു അധ്യായം ഇന്ന് ആരംഭിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.